ഞാൻ ദീപ്തിയിലേക്ക് പോകുന്നു. ദീപ്തി, നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി ചോദ്യങ്ങൾ MP രാജേഷ് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഇല്ലേ? അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇന്ററിം സെറ്റിൽ ബോർഡ് കണ്ടെടുത്ത പേജുകളിൽ കുറെ ചുരുക്കപ്പേരുകളുണ്ടല്ലോ, കുറെ നേതാക്കളുടെ. അത് KK എന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് CMR ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. AG എന്നത് A ഗോവിന്ദൻ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. OC ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. PV പിണറായി വിജയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. IK ഇബ്രാഹിം കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ട്. RC രമേശ് ചെന്നിത്തലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പേരുകളിലേക്കും അന്വേഷണം പോകും എന്നുള്ള സൂചന കൂടി EDയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് CPM നേതാക്കളിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. അതിനു കൂടി മറുപടി. എല്ലാവർക്കും വണക്കം. ഇവിടെ ഞാൻ രാജേഷിനെ ശ്രീ രാജേഷ് എന്ന് അഭിസംബോധന ചെയ്താണ് സംസാരിച്ചത്. അദ്ദേഹം എന്നെ വിളിച്ചത് മഹത് വനിത എന്നാണ്. ആ ഭാഷയിലെ പുച്ഛമൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോട്ടെ. പറഞ്ഞിട്ടില്ല. വനിതകളോട് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ സംസാരിച്ച ശീലമുള്ളവർ അങ്ങനെ പറയുള്ളൂ. മാത്രമേ ഞാൻ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഞാൻ ഈ കേസിനെ കുറിച്ചാണ് ആദ്യം മുതൽ തന്നെ പറയുന്നത്. സ്മൃതി, ഇതിന്റെ അകത്ത് കേസ് എന്താണ്? ഇതിന്റെ അകത്ത് വീണ വിജയനെതിരെയുള്ള കേസാണ്. മുഖ്യമന്ത്രി ഇപ്പോ വീണ്ടും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിനെ കുറിച്ചാണ് പരാമർശിച്ചത്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയാണ് മണിക്കൂറുകളോളം. ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ്? ഇവിടെ ഒരു സെർച്ച് മാത്രമാണ് നടന്നിരിക്കുന്നത്. അത് വീണയ്ക്കെതിരെയാണ്, മകൾക്കെതിരെ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസിനാണ് ഇവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് എന്തിനാണ് ഇതിന്റെ അകത്ത് ഇത്രയധികം ബേജാറാവുന്നത്? വീണ വിജയന്റെ കേസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായ കേസാണ്. അവർ അതിന്റെ അകത്ത് അനധികൃതമായി പണം കൈപ്പറ്റി എന്നുള്ളതിന് ആർക്കും യാതൊരു സംശയവുമില്ല. അത് അവർക്ക് തന്നെ ഈ നിമിഷം വരെ CPMന്റെ ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്ന മുൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആരെങ്കിലും ഇത് നിഷേധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എക്സാലോജിക്ക എന്ന കമ്പനി ഈ പണം വാങ്ങിയിട്ടില്ല എന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ട് പോട്ടെ? ഇവിടെ ഇരിക്കുന്ന CPMന്റെ വക്താവിനത് പറയാൻ പറ്റുമോ? അതേ CPMന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് അത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവർ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അനധികൃതമായാണ് കൈപ്പറ്റിയത്. എന്താണ് അവർക്ക്? അവരിന്റെ അകത്തൊരു സർവീസ് പ്രൊവൈഡർ അല്ല. CMRL എന്ന് പറയുന്നത് ഈ കമ്പനി കരിമണൽ ഖനനമാണ് ചെയ്യുന്നത്. ആ കരിമണൽ ഖനനവും ഈ IT ഫീൽഡിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള സർവീസും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ലെന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും. ഇവിടെ ഞാൻ ഒരു കാര്യം ഞാനിപ്പോ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ. അദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, ഈ കേരളത്തിൽ പ്രളയം ഉണ്ടായത് 2018 ഉണ്ടായ പ്രളയത്തിൽ എന്തുകൊണ്ടാണ് സ്പിൽവേ ഓപ്പൺ ചെയ്യാതിരുന്നത്? പിന്നെ ഈ കരിമണൽ കർത്താവിന്റെ കരിമണൽ ഖനനം നടത്തുന്ന ഈ സ്പിൽവേ ഓപ്പൺ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ പെരിങ്ങൽകുത്ത് ഡാം, പറമ്പിക്കുളം, മണിയാർ, തോട്ടപ്പള്ളി സ്പിൽവേ ഉൾപ്പെടെയുള്ളത് ഇതൊക്കെ എന്തുകൊണ്ടാണ് തുറക്കാതിരുന്നതെന്നും അതെങ്ങനെയാണ് പ്രളയമായി എങ്ങനെയാണ് ജനങ്ങളെ ബാധിച്ചതെന്നും ഒക്കെയുള്ള ശബ്ദരേഖ പുറത്തു വന്നു. അതിന്റെയൊക്കെ അന്വേഷണം വരും ദിവസങ്ങളിൽ വരും. ആ ശബ്ദരേഖ കൃഷ്ണൻകുട്ടിയുടേത് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. അദ്ദേഹം അവിടെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് പ്രളയം ഇത്ര രൂക്ഷമായതെന്നും അത് ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും ഇവിടെ കരിമണൽ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്പിൽവേ തുറക്കാതിരുന്നതെന്നും ഒക്കെ ഉള്ളത് ആ ശബ്ദരേഖയിൽ വ്യക്തമാണ്. അത് ഞാൻ പോട്ടെ, അത് ഇനി നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ അന്വേഷണ വിധേയമാകേണ്ട ഒരു കേസാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഈ പ്രളയം നടന്നപ്പോൾ ആ പ്രളയ ഫണ്ട് തട്ടിച്ച, അതേപോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച ആരാ പറഞ്ഞത്? ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലല്ലോ പറഞ്ഞത്, ഇവരുടെ തന്നെ CPMന്റെ നേതാവല്ലേ പറഞ്ഞത്, കുഞ്ഞികൃഷ്ണനല്ലേ പറഞ്ഞത്. അപ്പോ പ്രളയ ഫണ്ടും രക്തസാക്ഷി ഫണ്ടും ഒക്കെ തട്ടിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. ഇവിടെ താങ്കൾ ചോദിച്ചു
രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഇനിഷ്യൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ വ്യവസായ സംരംഭകർ അല്ലെങ്കിൽ കമ്പനികളോടോ വ്യവസായികളോടോ ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പണം വാങ്ങിക്കും, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വാങ്ങിക്കാറുണ്ട്. സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതെ, ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോ ഇതിപ്പോ ആരാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പണം വാങ്ങിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിരിവ് വാങ്ങിച്ചു, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പണം ആരെങ്കിലും കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒന്നും കേസല്ല. പക്ഷേ അനധികൃതമായി ചെയ്യാത്ത സർവീസിന് വേണ്ടി പണം വാങ്ങിക്കുന്നു, അത് മാസപ്പടിയായി വാങ്ങിക്കുന്നു എന്ന് പറയുന്നതാണ് വീണ വിജയനെതിരെയുള്ള കേസ്. അത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളതാണ് അതിന്റെ അകത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടോ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. അപ്പൊ അവർക്കെതിരായുള്ള ഉണ്ടായ കേസ്, അവർക്കെതിരായി തടഞ്ഞു വെക്കപ്പെട്ട കേസ്, ഇക്കാലം അത്രയും അത് മുമ്പോട്ട് പോകാതിരുന്നു. ഇപ്പോൾ ഇതാ അന്വേഷണം വന്ന് സെർച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. ഇത്രത്തോളം വയലന്റ് ആകാൻ വേണ്ടി അവിടെ ആരുടെയെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയോ? അവിടെ CPM-ന്റെ നേക്കം. ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം, ഇത് കണ്ണടച്ചിരുട്ടാക്കലാണ്. അദ്ദേഹം വളരെ അച്ചടി ഭാഷയിൽ ഇവിടെ വന്നിരുന്ന് പറയുക ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അവിടെ നേതൃത്വം കൊടുത്തത് CPM-ന്റെ നേതാക്കന്മാരാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ്? അപ്പൊ ഇവര് പറയുന്നു പോലീസുകാർക്ക് കോമൺ സെൻസ് ഇല്ലെന്ന് പറയുന്നു സ്മൃതി. അങ്ങനെയാണെങ്കിൽ രാജേഷ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള CPM-ന്റെ പ്രവർത്തകർ, അവിടെ കൂടിയ CPM പ്രവർത്തകർക്ക് കോമൺ സെൻസ് ഇല്ലെന്നാണോ അദ്ദേഹം പറയുന്നത്? പോലീസിന് കോമൺ സെൻസ് ഇല്ല, അത് അവർ ഗേറ്റ് തുറന്നു കൊടുത്തു എന്നാ പറയുന്നത്. പുറത്തേക്ക് പോകാൻ അധികം നേരം കാത്തുനിന്നു. ആ കാത്തുനിൽപ്പിന് ശേഷമാണ് തുറന്നു കൊടുക്കുന്നത്. ആ തുറന്നു കൊടുക്കാൻ വേണ്ടി പോലീസ് അവിടെ ബന്ദോബസ്ത് ഉണ്ടാക്കുന്നുണ്ട്, അവരെ വകഞ്ഞു മാറ്റുന്നുണ്ട്. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ